2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളം എമ്പാടും ഉയരുന്ന ഒരു ചോദ്യം, കേരള മാധ്യമപ്രവർത്തകർ ഉയർത്തുന്ന ഒരു ചോദ്യം, കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നാണ്. പൊളിറ്റിക്സ് കേരളയും ഈ ചോദ്യം ഉയർത്തിയിരുന്നു. പക്ഷേ പൊളിറ്റിക്സ് കേരള സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നടത്തിയ സർവേ അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഇല്ല. NGO യൂണിയനും ജോയിൻറ്റ് കൗൺസിലും അടക്കമുള്ള നേതാക്കളുമായി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരുമായി ഞങ്ങൾ സംവേദിച്ചു. അവരും പറയുന്ന ഒരു കാര്യം, ഭരണവിരുദ്ധ വികാരം ഇല്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഒരുപാട് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത്, നമ്മുടെ സ്വപ്ന സുരേഷ് അടക്കമുള്ള നെഗറ്റീവ് ഘടകങ്ങൾ. ആ നെഗറ്റീവ് ഘടകങ്ങൾ UDFന് മികച്ച വിജയം സമ്മാനിക്കുമെന്ന് കരുതി. പക്ഷേ അത് വിഫലമായി മാറി. പിണറായി സർക്കാർ രണ്ടാമതും അധികാരത്തിൽ വന്നു. രണ്ടാമതും അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ഒരു കക്ഷിക്ക് മേൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. പക്ഷേ അടിത്തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഒരു മാധ്യമ പ്രവർത്തകന് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് കാണാൻ കഴിയും, കേരളത്തിൽ അങ്ങനെ ഒരു വികാരമില്ല. കേരളത്തിൽ ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ട്. റേഷനിങ് സമ്പ്രദായം സുതാര്യമാണ്. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് നന്നായി ഭരിക്കുന്നു. റവന്യൂ വകുപ്പിലും അഴിമതികളില്ല. അഴിമതിയുടെ കഥകളൊന്നും വരുന്നില്ല. അഴിമതിയുടെ കഥകൾ ഉണ്ടാക്കുന്നത് വലതുപക്ഷ മാധ്യമങ്ങളും സംഘി മാധ്യമങ്ങളുമാണ്. പക്ഷേ അത് ഒരിടത്തും ഏൽക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു എതിർപ്പ് സാധാരണക്കാർക്കിടയിൽ ഉണ്ട്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ രീതിയാണ്. പത്രപ്രവർത്തകർക്കിടയിലും അദ്ദേഹത്തിന് വലിയ ഒരു എതിർപ്പുണ്ട്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതി തന്നെയാണ്. സാധാരണക്കാർക്ക് അദ്ദേഹത്തിനോടുള്ള എതിർപ്പിനുള്ള കാരണം മറ്റൊന്നുമല്ല. അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ രാഷ്ട്രപതി സഞ്ചരിക്കുന്നത് പോലെ റോഡെല്ലാം ക്ലോസ് ആക്കുന്നു, റോഡെല്ലാം അടച്ചിടുന്നു. എന്തോ ഒരു വലിയ ഒരു സംഭവം പോകുന്നത് പോലെ സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ കാണുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടെങ്കിലും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതാണ് സത്യം. പിണറായി വിജയൻ്റെ കീഴിൽ മന്ത്രിമാർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ശക്തമായി തന്നെ അവർ അവരുടെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. പിണറായി വിജയനോട് ഒരു എതിർപ്പുണ്ട് എന്നത് സത്യമാണ്. അത് പൊളിറ്റിക്സ് കേരളയുടെ സർവേയിൽ പങ്കെടുത്ത കുറേ പേർ പറഞ്ഞു. അതിനവർ കാരണങ്ങളും നിരത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ പറ്റുന്നില്ല. VS അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഏതൊരു സാധാരണക്കാരനും അവരുടെ മുമ്പിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. ഇവിടെ മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം. അതാണ് യഥാർത്ഥ പ്രശ്നം ഇടതുപക്ഷത്തെ ബാധിച്ചിരിക്കുന്നത്. പക്ഷേ അതൊന്നും വലിയൊരു പ്രശ്നമായി ആളുകൾ കാണുന്നില്ല. ആളുകൾ ഈ കാര്യങ്ങൾ പരാതിയായി പറയുന്നുണ്ടെങ്കിലും കേരളത്തിൽ പൊതുവെ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് പൊളിറ്റിക്സ് കേരള സർവേയിൽ തെളിഞ്ഞത്. ഭരണവിരുദ്ധ വികാരമുണ്ടാകാൻ തക്ക കാരണങ്ങൾ ഒന്നുമില്ല കേരളത്തിൽ. കേരളം സുതാര്യമായി തന്നെ മുന്നോട്ട് പോകുന്നു പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ. പക്ഷേ പിണറായി വിജയൻ എന്ന വ്യക്തിയെ പലർക്കും ഇഷ്ടമല്ല. അത് ഉമ്മൻചാണ്ടിയോടും VSനോടും താരതമ്യപ്പെടുത്തുന്നത് കൊണ്ടുണ്ടായ
ഒരവസ്ഥയാണ്. അല്ലാതെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല, കേരളത്തിൽ പിണറായി വിരുദ്ധ വികാരവും ശക്തമായില്ല. പക്ഷേ സാധാരണക്കാർക്ക് പിണറായിയുടെ രീതികളോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പൊളിറ്റിക്സ് കേരള ഇങ്ങനെയാണ്, കാര്യങ്ങൾ പച്ചയ്ക്ക് തന്നെ പറയും. അത് ഉറിയിലായാലും ഉപ്പേരിയിലായാലും